നിറയും കൺകളിൽ സാന്ത്വന വർഷം, പറയും കാതുകളിൽ സുമസ്പർശം, വിധിയും നോവുകൾ നീക്കി സഹർഷം, വഴിയിൽ നമ്മളൊരുക്കി പ്രകാശം. നിറയും കൺകളിൽ സാന്ത്വന വർഷം, പറയും കാതുകളിൽ സുമസ്പർശം, വിധിയും നോവുകൾ നീക്കി സഹർഷം, വഴിയിൽ നമ്മളൊരുക്കി പ്രകാശം. ഗതിയറിയാതെ യുവപാദങ്ങൾ, വഴി തെളിയാതെ മിഴിപടലങ്ങൾ, മലയാളത്തിൻ മധുരയുവത്വത്തിനിതു ദീപം. മലരൊഴുകും മധുഹാരികളെ വരൂ ഈ വഴിയേവം. പള്ളിയിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയതാരാണ്? ഒന്നുകൂടി സുവ്യക്തമായി പറയണമെന്ന് താല്പര്യപ്പെടുകയാണ്. പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് തികയാതെ വന്ന ഘട്ടത്തിൽ ബഹുമാന്യരായ സുദ്ദീഖ് ഹാജിയുടെ നേതൃത്വത്തിൽ കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നയയിൽ ചെന്നു. ബഹുമാന്യരായ ശൈഖുന എ.പി. ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ചെന്നു. പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ഫണ്ട് വേണം. 1,80,000 രൂപ പള്ളിക്കൽ ബസാറിൽ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ബഹുമാന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ് കൊടുത്തു. 1,80,000 എ.പി. ഉസ്താദ് കൊടുത്തതിന് പുറമെ ഉസ്താദിന്റെ കെയറോഫിൽ ചാലിയം കരീം ഹാജിയുടെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ 1,50,000 രൂപയും കൊടുത്തു. ഈ പണം മുഴുവനും പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം പള്ളിയിൽ നിന്ന് പണവും രേഖകളും അപഹരിച്ചു കൊണ്ടുപോയി പള്ളി കമ്മിറ്റിക്ക് പുറത്തുള്ള 5 ആളുകൾക്ക് കൊടുത്ത് അവര് പള്ളിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ്. മഹല്ലിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. സമാധാനപൂർണമായ ഒരു മഹല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ടേണ്ട വാതിലുകൾ മുഴുവനും ഞങ്ങൾ മുട്ടി. അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ലിയാഖത്ത് അലിയുടെ വീട്ടിൽ നിങ്ങൾ ചെന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ ചെന്നു. ബഹുമാന്യരായ സുദ്ദീഖ് ഹാജി വേദിയിലുണ്ട്, അതുപോലെ തന്നെ കളരിക്കൽ അബുക്ക വേദിയിലുണ്ട്. അവര് നേരിട്ട് ചെന്നു. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന നല്ല ബുദ്ധി കൊണ്ട് ഞങ്ങൾ ലിയാഖത്ത് അലിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് സംസാരിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, സമാധാനപരമായി നമുക്ക് ഒത്തുതീർക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അനുരഞ്ജനത്തിന് തയ്യാറാകണം. പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വാതിലുകൾ മുട്ടാൻ തയ്യാറായത്. ലിയാഖത്ത് അലി പറഞ്ഞ മറുപടി ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപാരമായ തൊലിക്കട്ടിയോട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഞങ്ങളുടെ സംഘടനാപരമായ തീരുമാനമാണ്, നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ്. പരിഹാരത്തിന്റെ വഴി അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിൽ നിന്നും കാന്തപുരം വിഭാഗത്തെ പടിയടച്ച് പിണ്ടം വെക്കണമെന്നത് സംഘടനാപരമായ തീരുമാനമാണ്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് അന്ന് ജനറൽ സെക്രട്ടറി ആയ ലിയാഖത്ത് അലി സംസാരിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ഗൗരവതരമായി അന്വേഷിക്കണം. എവിടെയാണ് മസ്ലഹത്തിന്റെ വഴിയടഞ്ഞു പോയത്? സമാധാനത്തിന്റെ വഴിയടഞ്ഞു പോയത് എവിടെയാണ്? ഐക്യത്തിന്റെ വഴിയടഞ്ഞു പോയത് എവിടെയാണ്? എ.പി. വിഭാഗത്തിന്റെ പ്രതിനിധികൾ പള്ളിയിൽ പോയി കലാപം അഴിച്ചുവിട്ടതല്ല, മഹല്ലിൽ വന്ന് വ്യാജ രജിസ്ട്രേഷൻ നടത്തിയതല്ല, ജനറൽ ബോഡി പോലും വിളിക്കാതെ, മാന്യമായി മഹല്ല് നിവാസികളോടുള്ള മര്യാദ പോലും നിറവേറ്റാതെ, ധാർമ്മികമായ അവകാശങ്ങൾ പോലും നിറവേറ്റാതെ മുന്നോട്ട് പോയപ്പോഴാണ് പരിഹരിക്കാനാവില്ല എന്ന് പറഞ്ഞിടത്താണ്. തുടർന്ന് നടന്ന മസ്തുലഹത്ത് ചർച്ചകളിൽ നിന്ന് പോലും പിന്തിരിഞ്ഞപ്പോഴാണ് പള്ളിയിൽ വെച്ച് പരസ്യമായി ജനറൽ ബോഡി സംഘടിപ്പിക്കപ്പെടേണ്ടി വന്നത്. CK അബ്ദുൽ മജീദ് പ്രസിഡന്റും ലത്തീഫ് ജനറൽ സെക്രട്ടറിയുമായി കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെടേണ്ടി വന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇതാണ് സത്യാവസ്ഥ. മസ്ലഹത്ത് ചർച്ചകൾ നാട്ടിൽ എത്ര നടന്നു? അനുരജ്ഞന ശ്രമങ്ങൾ എത്ര എണ്ണം ഉണ്ടായി? എങ്ങനെയായിരുന്നു മസ്ലഹത്ത് ചർച്ചകളോടുള്ള ഇവരുടെ സമീപനം? എന്തായിരുന്നു ഇവരുടെ നിലപാടുകൾ? എന്തായിരുന്നു? നാരങ്ങാട്ട് ജലീൽക്കയും കടൂര് ശിഹാബും അവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നല്ലോ. ആ മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതാരാണ്? അതിൽ നിന്ന് മാത്രമല്ലല്ലോ, തിരൂരങ്ങാടി CIയും തേഞ്ഞിപ്പലത്തെ SIമാരും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്: തുല്യ പ്രാതിനിധ്യത്തോടെ മുന്നോട്ട് പോകാം, പാതിയുമായി മുന്നോട്ട് പോകാം. അവര് പറഞ്ഞല്ലോ, പറ്റില്ല, AP വിഭാഗവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നല്ലോ. CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി, CPIയുടെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി. ആ ചർച്ചകളെ മുഴുവനും അവഗണിച്ചതാരാണ്? മുസ്ലിം ലീഗ് നേതൃത്വം. തീർച്ചയായും ഗൗരവത്തിൽ ആലോചിക്കണം. സമുദായത്തിന്റെ പ്ലാറ്റ്ഫോം എന്ന് അവകാശപ്പെടുന്നവർ, മുസ്ലിം സമുദായത്തിനകത്ത് അനുരജ്ഞനത്തിന്റെ വഴി അന്വേഷിക്കേണ്ടവർ മഹല്ലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി നേതൃത്വം വഹിക്കരുത്. ഞങ്ങൾ മുട്ടേണ്ട വാതിലുകൾ മുട്ടിയത് തീർച്ചയായും അവിടുന്ന് വലിയ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് എന്തെങ്കിലും അണികളെ നിർദ്ദേശിച്ചുകൊണ്ട് മാന്യമായ ഒരു സമീപനത്തിലേക്ക് അവരെ എത്തിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കഴിയും എന്ന് ഞങ്ങൾ വിചാരിച്ചു. മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞങ്ങളെ സമീപിച്ചല്ലോ. അനുരജ്ഞനത്തിന്റെ വഴി കണ്ടെത്തുന്നതിന് പകരം മഹല്ലിൽ പ്രശ്നവൽക്കരിക്കുവാനാണ് അവർ മുന്നോട്ട് വന്നത്.
ബഹുമാന്യരായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ ചെന്നു ഞങ്ങൾ. നിങ്ങൾ അറിയണം, പ്രിയപ്പെട്ട ജനങ്ങൾ അറിയണം, ബഹുമാന്യരായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ ചെന്നു ഞങ്ങളുടെ പ്രതിനിധികൾ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു, ഞങ്ങളുടെ മഹലിൽ അഭിമാനകരമായി മുന്നോട്ട് പോയ മഹലാണ്. 3-4 പേര് കൂടി പരാതി കൊടുത്ത് മഹലിൽ ചിത്രത സൃഷ്ടിക്കുകയാണ്. താങ്കൾ ഏറ്റെടുക്കണം പ്രശ്ന പരിഹാരത്തിന്റെ വഴി. എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ മറുപടി? ഒരാഴ്ച കൊണ്ട് പരിഹരിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ മറുപടി അറിയുമോ? എനിക്കാവില്ല എന്ന്. പള്ളിക്കൽ ബസാറിലെ എന്റെ ആളുകൾ ഞാൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അണികളെ കയറൂരി വിട്ടത് മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. തീർച്ചയായും ലീഗ് നേതൃത്വത്തോടുള്ള വെറുപ്പല്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു മഹലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കാമായിരുന്നല്ലോ, മസ്ലഹത്തിന്റെ വഴി സ്വീകരിക്കാമായിരുന്നല്ലോ. മാത്രമല്ല, ഞങ്ങൾ പോയി ജബ്ബാർ ഹാജിയുടെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ഇവിടെ മാന്യമായി കോളർ പിടിച്ച് പ്രസംഗിച്ചല്ലോ ജബ്ബാർ ഹാജി. തീർച്ചയായും നിങ്ങൾ ചോദിക്കണം, ജബ്ബാർ ഹാജിയുടെ വീട്ടിൽ ഞങ്ങളുടെ മഹലിന്റെ പ്രതിനിധികൾ ചെന്നു. കാട്ടിപ്പരുത്തി മൊയ്തീൻ ഹാജിയുണ്ട്, ഷെരീഫ് പാലാട്ടുണ്ട്, കൊട്ടപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ 3 പ്രധാനികൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, അവരാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ഞങ്ങൾ ചെന്നു, ഞങ്ങളുടെ പ്രതിനിധികൾ 3 പേരും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ്. ഞങ്ങളോട് അവരാവശ്യപ്പെട്ടത് എന്താണ്? പള്ളിയുടെ പീഡിക മുറികയുടെ വാടക നിങ്ങൾ പിരിക്കരുത്, വാടക മീഡിയേറ്റർമാരെ ഏൽപ്പിക്കണം. ഞങ്ങൾ മുന്നോട്ട് വെച്ചു. ലത്തീഫ് കൈ വേദിയിലുണ്ട്. നിങ്ങൾ ചോദിക്കണം, തീർച്ചയായും ലത്തീഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, പള്ളിയുടെ രേഖകൾ മീഡിയേറ്റർമാര് സൂക്ഷിക്കട്ടെ. ഏത് മീഡിയേറ്റർമാർ? മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായ 3 മധ്യസ്ഥന്മാർ, 1 ജബ്ബാർ ഹാജി, 2 കാട്ടിപ്പരുത്തി മൊയ്തീൻ ഹാജി, 3 ഷെരീഫ് പാലാട്ട്. നിങ്ങൾ സൂക്ഷിക്കണം പള്ളിയുടെ രേഖകൾ, പള്ളിയുടെ വാടക നിങ്ങൾ പിരിക്കണം. എന്നിട്ട് നിങ്ങൾ സമാധാനത്തിന്റെ വഴി കണ്ടെത്തൂ എന്ന് പറഞ്ഞിടത്ത് എന്താണ് മറുഭാഗം പറഞ്ഞത്? രേഖ സൂക്ഷിക്കാൻ പള്ളിയിലെ മീഡിയേറ്റർമാരെ ഏൽപ്പിക്കാൻ പറ്റില്ല, രേഖ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തിന്? AP വിഭാഗത്തിനെതിരെ കേസ് നടത്താൻ ഞങ്ങൾക്ക് രേഖ ആവശ്യമുണ്ട്. പള്ളിയുടെ വാടക ഞങ്ങൾ പിരിക്കും, പിന്നെ പീഡിക മുറികയുടെ വാടക ഞങ്ങൾ പിരിക്കും. ആ വാടക കൊണ്ട് AP വിഭാഗത്തിനെതിരെ കേസ് നടത്തുവാൻ രേഖ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് ധിക്കാരപൂർണമായ സമീപനം സ്വീകരിച്ചതാരാണ്? എന്നിട്ട് മാന്യമായി ഇവിടെ വന്ന് കോളറി പിടിച്ച് നെഞ്ചത്തൊടിഞ്ഞ് പ്രസംഗിച്ചാൽ നിങ്ങൾ ആലോചിക്കണം. ജബ്ബാർ ഹാജി ഞങ്ങളോട് പറഞ്ഞത് ഞാൻ സമസ്തയുടെ ലീഗൽ അഡ്വൈസറാണ് എന്നാണ്. ഏത് ലീഗൽ അഡ്വൈസർ ആയാലും ശരി, തീർച്ചയായും ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ജബ്ബാർ ഹാജിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു ചെന്നതല്ല ഞങ്ങൾ, മറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഒരു സമാധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ കാംക്ഷിച്ചു പോയി. ഞങ്ങൾ പോന്നു. അവിടെ നിന്ന് സമാധാനത്തിന്റെ വഴി കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചു പോന്നു. വീണ്ടും ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ജബ്ബാർ ഹാജിയുടെ വീട്ടിലേക്ക് വീണ്ടും പോയോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ജബ്ബാർ ഹാജിയുടെ വീട്ടിൽ 2ാമത്തെ തവണയും ഞങ്ങൾ ചെന്നു. മഹലിൽ സമാധാനം ഉണ്ടാകണം, പ്രശ്നമുണ്ടാകരുത്, ശിഥിലത ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്നു. എന്നിട്ടും പരിഹാരമുണ്ടായോ? മാത്രമല്ലല്ലോ, ഏത് മധ്യസ്ഥ ചർച്ചകളോടുള്ള സമീപനം അങ്ങനെയാണ്. ഞങ്ങൾ ഇന്നും ആയിരങ്ങളെ സാക്ഷി നിർത്തി പറയുന്നത്, ഞങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്, മസ്ലഹത്തിന് തയ്യാറാണ്, എല്ലാറ്റിനും തയ്യാറാണ്. നാട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനും നിങ്ങൾ തയ്യാറാണ്. നാട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും കലാപം അഴിച്ചുവിടാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും ആരും നടത്തിക്കൊണ്ടിരിക്കരുത്. ബഹുമാന്യരായ മുസ്തഫ തങ്ങൾ ഈ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ബഹുമാനപൂർവ്വം മുസ്തഫ തങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കുകയാണ്. ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തകനായി സേവനമനുഷ്ഠിച്ചു, ദീർഘകാലം സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു. താങ്കൾ മെമ്പറായി, പഞ്ചായത്തിന്റെ പ്രസിഡന്റായി. പഞ്ചായത്തിന്റെ പ്രസിഡന്റായത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ടല്ല, മറിച്ച് ഒരു നാട്ടിലെ മുഴുവൻ വോട്ടർമാരുടെയും വോട്ട് വാങ്ങി ജയിച്ച് കയറിയാണ് പ്രസിഡന്റായത്. ബഹുമാന്യരായ മുസ്തഫ തങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, അങ്ങനെ ദീർഘകാലം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള താങ്കൾ ഒരു 4ാം കട രാഷ്ട്രീയക്കാരനായി തരം താടരുത്, ഒരു തെരുവ് ഗുണ്ടയുടെ ഭാഷയിൽ സംസാരിക്കരുത്. അതാണ് മുസ്തഫ തങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള അവസരമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ നാട്ടിലെ വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് ഭക്തിയാദരപൂർവ്വം മാന്യമായി സുജൂദ് ചെയ്യാൻ കഴിയാത്തവരാക്കി അവരുടെ മനസ്സിൽ പകയും വിദ്വേഷവും നിറച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ മുസ്തഫ തങ്ങൾ മാന്യമായി നിങ്ങൾ പറയുന്നു, നിങ്ങൾ ശ്രമിക്കരുത്. ഞങ്ങളുടെ നാട്ടിൽ മസ്ലഹത്തിന് നിങ്ങൾ തയ്യാറാകണമെന്നില്ല, ഞങ്ങൾക്കതിൽ പ്രതീക്ഷയുമില്ല. നടക്കുന്ന മസ്ലഹത്ത് ചർച്ചകൾ ആളു വെക്കാതിരുന്നാൽ മതി എന്നാണ് മുസ്തഫ തങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്നുകൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ, നിഷ്പക്ഷമായി താങ്കളൊന്ന് വിലയിരുത്തണം, ബഹുമാന്യരായ മുസ്തഫ തങ്ങളൊന്ന് വിലയിരുത്തണം. വളരെ നിഷ്പക്ഷമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പൊതുയോഗത്തിൽ വെച്ച് പള്ളിക്കൽ ബസാറിലെ പള്ളി കയ്യേറ്റം ചെയ്യുമെന്ന് ആഹ്വാനം നടത്തിയതാരാണ്?
നിയമത്തിന്റെ വഴി സ്വീകരിക്കുന്നതിന് പകരം അണികളുടെ ആയുധം ഉപയോഗിച്ച് പള്ളിയിൽ പോയി ആക്രമണത്തിന് നിർദ്ദേശം കൊടുത്തതാരാണ്? നിങ്ങൾ ആലോചിക്കണം. മുസ്തഫ തങ്ങളുടെ നേതൃത്വത്തിലാണ് പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ വിശ്വാസികളെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. മതി വരാഞ്ഞിട്ട്, കല്ലിപ്പ് തീരാഞ്ഞിട്ട് പാവപ്പെട്ട ജനവിഭാഗം നിത്യജീവിതത്തിന് വേണ്ടി മീൻ കച്ചവടം നടത്തുന്ന മാർക്കറ്റിലേക്ക് ആയുധങ്ങളുമായി ഇരച്ചു കയറിയില്ലേ ഇവർ? ആരാ നിർദ്ദേശം കൊടുത്തത്? പരസ്യമായി നിർദ്ദേശം കൊടുത്തു മുസ്തഫ തങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെ നിർദ്ദേശം കൊടുത്തു. FB-യിൽ അഭിമാനകരമായി പോസ്റ്റ് ഇട്ടു. വാട്സാപ്പിൽ അഭിമാനകരമായി പ്രചരിപ്പിച്ചു. കാട്ടാള തുല്യമായ തന്റെ അണികളെ 4 ഭാഗത്തു നിന്നും വലിച്ചു കൊണ്ടുവന്ന പാവപ്പെട്ട ജനവിഭാഗത്തെ ആക്രമിക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് മുസ്തഫ തങ്ങളുടെ നേതൃത്വത്തിലാണ്. മസ്ലഹത്തിന് താങ്കൾ ശ്രമിച്ചില്ലെങ്കിലും നടക്കുന്ന മസ്ലഹത്തുകൾ അള്ളുവെക്കാതിരിക്കാനുള്ള നല്ല ബുദ്ധി താങ്കൾക്കുണ്ടാകണമെന്ന് അന്യമഹല്ലത്തുകാരനായ മുസ്തഫ തങ്ങളോട് മാന്യമായ ഭാഷയിൽ നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുന്നു, CCTV സ്ഥാപിച്ചുകൊണ്ട് മഹല്ല് നിവാസികളെ നിരീക്ഷിക്കുവാൻ എത്ര കാലം കഴിയും നിങ്ങൾക്ക്? എത്ര കാലം കഴിയും? CCTV സ്ഥാപിച്ച് മഹല്ല് നിവാസികളെ നിരീക്ഷിക്കുവാൻ നിങ്ങൾക്ക് എത്ര കാലം കഴിയും? ഭക്തി നിർഭരമായി പള്ളിയിൽ സുജൂദ് ചെയ്യുവാൻ CCTV സ്ഥാപിച്ചുകൊണ്ട് എത്ര കാലം കഴിയുമെന്ന് നിങ്ങൾ ആലോചിക്കണം. പള്ളിയിൽ ആയുധങ്ങൾ സംഭരിച്ചു വെച്ച് 4 ഭാഗത്തുമുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ചേളാരികളുടെയും ഗുണ്ടകളെ സ്ഥാപിച്ച് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ സംഭരിച്ച് കാത്തിരിക്കാൻ എത്ര കാലം കഴിയും? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമായ സംസാരമല്ല. പള്ളിക്കൽ ബസാറിലെ ജുമുഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് 3 പ്രസംഗങ്ങൾ ഞാനും നടത്തിയിട്ടുണ്ട് പള്ളിക്കൽ ബസാറിൽ. തീർച്ചയായും നിങ്ങൾ ആലോചിക്കണം, എവിടെയും നിങ്ങൾ അപമാനകരമായ വൃത്താന്തങ്ങൾ വിശേഷിപ്പിച്ചിട്ടില്ല, ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. പ്രശ്ന സങ്കീർണമായി കാലങ്ങളോളം മുന്നോട്ട് പോയതിനു ശേഷവും മസ്ലഹത്ത് ചർച്ചകളോട് മാത്രമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ മാന്യമായി സമീപിക്കുവാൻ പോലും തയ്യാറാകാതെ ഒരു ജനസമൂഹത്തെ അഴിച്ചുവിട്ടുകൊണ്ട് ആക്രമണത്തിന് നിർദ്ദേശം കൊടുക്കുന്നതിനെ എന്ത് ഇസ്ലാമിക പ്രവർത്തനം എന്ന് വിളിക്കും? എന്ത് ഇസ്ലാമിക ദഅവത്ത് എന്ന് വിളിക്കും? എന്ത് പള്ളി പരിപാലനം എന്ന് വിളിക്കും എന്ന് ചോദിക്കുവാൻ ഞങ്ങൾ സ്വാഭാവികമായും താല്പര്യപ്പെടുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 1989 ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുണ്ടായ പിളർപ്പിന് ശേഷം ബഹുമാന്യരായ പ്രശസ്തരായ പണ്ഡിത നേതൃത്വത്തിന്റെ തണലിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ആക്രമണത്തിന് അവര് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടില്ല, വ്യക്തിഹത്യക്ക് അവര് നിർദ്ദേശം തന്നിട്ടില്ല, പരദൂഷണത്തിന് അവര് നിർദ്ദേശം തന്നിട്ടില്ല. അഭിമാനകരമായി ആരാധനയിൽ അധിഷ്ഠിതമായി ഇസ്ലാമിക ദഅവത്തിന്റെ വഴി അന്വേഷിക്കുവാൻ, അതാണ് ഞങ്ങളുടെ പണ്ഡിത ശ്രേഷ്ഠർ ഞങ്ങളെ പഠിപ്പിച്ചത്. ആ വഴിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതേസമയം മാന്യമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ നെഞ്ചിൽ കുത്തുവാനും ഞങ്ങളെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുവാനും വന്നാൽ 2 കൈയും കെട്ടി കാത്തു നിൽക്കുന്ന കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാന്യമായി മാത്രം സൂചിപ്പിക്കുകയാണ്. ഞങ്ങളാരും തൽക്കാലം ഇത് അവസാനിപ്പിച്ചു പോകണമെന്ന് വിചാരിക്കുന്നവരല്ല. ഞങ്ങളുടെ ബാപ്പ വല്ലിപ്പുമാരുണ്ടാക്കിയ പള്ളിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ജനിച്ചു വന്നത്. ഏതെങ്കിലും ഏമാന്മാര് കെട്ടിവെച്ച വിരിച്ചു വെച്ച പട്ടുമെത്തയിൽ ജനിച്ചു വന്നവരല്ല ഞങ്ങൾ. ഉള്ളറയ്ക്കുന്ന തെറിപ്പാട്ട് വർഷങ്ങൾ കേട്ട് നിങ്ങൾ ഉയർത്തിയ ആയുധമുനകളുടെ മുന്നിൽ പിടിച്ചു നിന്നാണ് ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ചതും മുന്നോട്ട് പോയതുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യരായ TK മുഹമ്മദ് കോയ സഖാഫി ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് ആഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.